Hi my friends, how are you all today? ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് will എന്ന് പറയുന്ന മോഡൽ വെർബിനെ കുറിച്ചും going to എന്ന് പറയുന്ന സെമി മോഡൽ വെർബിനെ കുറിച്ചുമാണ്. ഈ രണ്ട് വെർബുകളും ഭാവി കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാവിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഉദാഹരണത്തിന് we will learn programming in the next session. അതായത് അടുത്ത സെഷനിൽ നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കും. We are going to learn programming in the next session. അത് നമ്മൾ അടുത്ത സെഷനിൽ പ്രോഗ്രാമിംഗ് പഠിക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള ഭാവി കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊതുവായിട്ട് വില്ലാണെങ്കിലും അല്ലെങ്കിൽ going to എന്ന് പറയുന്ന സെമി വെർബാണെങ്കിലും ഉപയോഗിക്കാം. എന്നാൽ പല സന്ദർഭങ്ങളും ഇവ ഉപയോഗിക്കുന്നതിന് അർത്ഥങ്ങളിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു സെൻറ്റൻസ് നോക്കാം will വെച്ചിട്ട്. Let us visit my parents this evening. They will be surprised to see us. അതായത് നമുക്ക് എൻ്റെ പാരൻസിനെ ഇന്ന് വൈകുന്നേരം കാണാം. നമ്മളെ കാണുമ്പോൾ അവർ സർപ്രൈസ്ഡ് ആകും. നമ്മളെ കാണുമ്പോൾ അവർ സർപ്രൈസ്ഡ് ആകും എന്നുള്ളത് എൻ്റെ ഒരു മുൻ എക്സ്പീരിയൻസ്, എൻ്റെ ഒരു പൊതു അറിവാണ്, മുൻ അറിവാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അതേപോലെ വേറൊരു സെൻറ്റൻസ് നോക്കാം. Let us not phone them now. They will be asleep. അത് നമുക്ക് അവരെ ഇപ്പോൾ വിളിക്കേണ്ട, അവർ ഉറങ്ങുകയായിരിക്കും. ഇത് അവർ ഉറങ്ങുകയായിരിക്കും, they will be asleep എന്നുള്ളതും എൻ്റെ ഒരു മുൻ അറിവാണ്, അല്ലെങ്കിൽ മുൻ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഇങ്ങനെ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള മുൻ അറിവുകളും ഒപ്പീനിയനും ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് will ഉപയോഗിക്കുക. അതായത് they will be asleep അല്ലെങ്കിൽ they will be surprised to see us എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള നമ്മുടെ മുൻ അറിവുകൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് will ഉപയോഗിക്കും. ഇനി അടുത്ത സെൻറ്റൻസ് ആകാം ഗോയിങ് ടു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്നോട് ഒരാൾ പറയാണ്, ലുക്ക് അറ്റ് ദോസ് മാൻ, ബോത്ത് ഓഫ് ദം ആർ ഷൗട്ടിങ് അറ്റ് ഈച്ച് അതർ, there's going to be a fight between them. അതായത് അയാൾ എന്നോട് പറയാണ്, അവന്മാർ നോക്കൂ, അവന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യാണ്, ഒച്ചയിടുകയാണ്. there's going to be a fight between them. അതായത് അവർക്കിടയിൽ ഒരു അടി നടക്കാൻ പോവുകയാണ്. അതായത് അവർ പരസ്പരം ഷൗട്ട് ചെയ്യുന്നുണ്ട്, പരസ്പരം തെറി വിളിക്കുന്നുണ്ട്, മിക്കവാറും ഒരു അടി നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത വെച്ചിട്ടാണ് ഞാനത് പറയുന്നത്. അതേപോലെ തന്നെ അടുത്ത വേറൊരാൾ എന്നോട് പറയാണ്, ലുക്ക് അറ്റ് ദാറ്റ് മാൻ, ഹി ഈസ് നോട്ട് ലുക്കിംഗ് വെയർ ഹി ഈസ് ഗോയിങ് ടു വാക്ക് ഇൻ ടു ദ വാൾ. അതായത് അയാളെ നോക്ക്, അയാൾ എവിടേക്കാണ് പോകണതെന്ന് ഇപ്പോൾ അയാൾ നേരെ നോക്കുന്നില്ല, മിക്കവാറും അയാൾ ആ ഭിത്തി പോയി ഇടിക്കും. അതായത് ഒരാൾ നടന്നു പോവുകയാണ്, ഫ്രണ്ടിൽ ഭിത്തിയുണ്ട്, ഭിത്തി കണ്ടിട്ടില്ല, അയാൾ വേറെ എവിടേക്കോ നോക്കുകയാണ്, എന്നിട്ടാണ് നടക്കുന്നത്, മിക്കവാറും അയാൾ ആ ഭിത്തി പോയി ഇടിക്കും. ഈ രണ്ട് ഞാനിപ്പോൾ പറഞ്ഞ ഈ രണ്ട് സന്ദർഭത്തിലും നമ്മൾ എൻ്റെ മുൻ അറിവ് വെച്ചിട്ടല്ല, അതായത് ഇവിടെ രണ്ടുപേര് ഷൗട്ട് ചെയ്യുക അതിനുശേഷം അടി നടക്കുന്നതിന് മുൻ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴുള്ള എവിഡൻസ് വെച്ചിട്ടാണ് അപ്പോഴുള്ള ആ പോസിബിലിറ്റി വെച്ചിട്ടാണ് ഞാനത് പറയുന്നത്. അതായത് അയാൾ നടന്നു പോകുമ്പോൾ മിക്കവാറും അതിൽ പോയി ഇടിക്കുമെന്ന് എനിക്കറിയാം. ആ സമയത്തുള്ള പോസിബിലിറ്റി വെച്ചിട്ടാണ് പിന്നെ ഞാനത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അപ്പോഴുള്ള നമ്മുടെ പോസിബിലിറ്റി വെച്ചിട്ട് ഭാവികൾ പ്രവചിക്കുന്ന സമയത്തൊക്കെ ഭാവി കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ഗോയിങ് ടു ആണ് ഉപയോഗിക്കുക. ഇതുവരെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി വില്ലും ഗോയിങ് ടുവും മറ്റൊരു സന്ദർഭത്തിൽ എങ്ങനെ വ്യത്യസ്തമായി ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. അതായത് എന്നോട് ഒരാൾ പറയാണ്, നിന്റെ ഫ്രണ്ട് ഹോസ്പിറ്റലിലാണ്. യുവർ ഫ്രണ്ട് ഈസ് ഇൻ ഹോസ്പിറ്റൽ ഫോളോയിങ് ആൻ ആക്സിഡന്റ്. അപ്പം ഞാൻ അയാളോട് പ്രതികരിക്കുന്നത് റിയലി ഐ വിൽ വിസിറ്റ് ഹിം നൗ. എനിക്ക് ഈ വിവരം മുൻകൂട്ടി അറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് തീരുമാനിച്ചത്, ഈ വാർത്ത കേട്ട ഉടനെ തന്നെ ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഞാൻ അവനെ കാണാൻ പോവുകയാണെന്നുള്ളത്. അപ്പോഴാണ് ആ സന്ദർഭത്തിൽ അവിടെ നമ്മൾ വിൽ ഉപയോഗിച്ചു. അതേസമയം എൻ്റെ പ്രതികരണം ഇങ്ങനെയാണെന്ന് നോക്കി, ഐ നോ ഐ ആം ഗോയിങ് ടു വിസിറ്റ് ഹിം ദിസ് ഈവനിങ്. അതായത് എനിക്കറിയാം ഞാൻ അവനെ ഇന്ന് വൈകുന്നേരം കാണാനിരിക്കുകയാണെന്ന്. അപ്പോൾ അതിനർത്ഥം ആൾറെഡി ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ അവനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആൾറെഡി അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് മുൻകൂട്ടി ആൾറെഡി അറേഞ്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഗോയിങ് ടു ഉപയോഗിക്കാം. അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി വിൽ ഉപയോഗിക്കാം. ഒന്നും കൂടെ പറയാം. അതായത് ഐ വിൽ വിസിറ്റ് ഹിം നൗ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, ഇപ്പം ഞാൻ അവനെ വിസിറ്റ് ചെയ്യാം. അതേസമയം ഐ നോ ഐ ആം ഗോയിങ് ടു വിസിറ്റ് ഹിം ദിസ് ഈവനിങ്, അവിടെ ഐ വിൽ വിസിറ്റ് ഹിം എന്നല്ല പറഞ്ഞത്, കാരണം ഈ വിവരം എനിക്ക് ആൾറെഡി അറിയാം. അപ്പോൾ ആൾറെഡി ഞാൻ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ് അവനെ ഇന്ന് വൈകുന്നേരം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അതായത് ഞാൻ ചെയ്യാൻ വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഭാവി കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗോയിങ് ടു ഉപയോഗിക്കാം. ഒരു അറേഞ്ച്മെൻറ്റും ഇല്ലാതെ നമ്മൾ ആ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അത്
വില്ലും ഉപയോഗിക്കും. ഉദാഹരണം ഐ വിൽ വിസിറ്റ് ഹിം നൗ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴാണ് ഈ വിവരം അറിയുന്നത്, ഇപ്പം തന്നെ ഞാൻ അവനെ പോയി കാണാം എന്നാണ് പറയുന്നത്. അതേസമയം ഐ നോ ഐ ആം ഗോയിങ് ടു വിസിറ്റ് ഹിം ദിസ് ഈവനിങ് എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഞാൻ ഇന്ന് വൈകുന്നേരം അവനെ കാണാൻ പോവുകയാണ്. ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ ഒരുപാട് ഉപയോഗിക്കാറുള്ള സെൻറ്റൻസുകളാണ്. ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഗ്രാമർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അതുമായിട്ട് താല്പര്യമുള്ള എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഐ വിൽ ബി ബാക്ക് അഗെയിൻ വിത്ത് അനദർ യൂസ്ഫുൾ വീഡിയോ. അൺടിൽ ദെൻ താങ്ക് യു, ബൈ.